വെൽക്കം, റഹ്മാനാണ്. ആന്റി ക്യാൻസർ ഡ്രഗ്സ് വീഡിയോ സീരീസിൽ നമ്മൾ ഈ വീഡിയോ ടോപ്പോ ഐസോമറൈസസ് ഇൻഹിബിറ്റേഴ്സ് വിഭാഗം മരുന്നുകളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. വിവിധ തരം ക്യാൻസറുകളിൽ ഉപയോഗിക്കുന്ന വിവിധ തരത്തിൽപ്പെട്ട ടോപ്പോ ഐസോമറൈസ് വിഭാഗം മരുന്നുകളുണ്ട്. വിവിധ മരുന്ന് ഗ്രൂപ്പുകളുണ്ട്. ടോപ്പോ ഐസോമറൈസ് ഇൻഹിബിറ്റേഴ്സ് ആയിട്ട് ചെടികളിൽ നിന്ന് ലഭിക്കുന്ന മരുന്നുകൾ അല്ലെങ്കിൽ നാച്ചുറൽ ആണ് മിക്കവാറും ഈ മരുന്നുകളെല്ലാം തന്നെ. ദീസ് ആർ നാച്ചുറൽ കോമ്പൗണ്ട്സ് ആണ്, അങ്ങനെ പെടുത്താവുന്ന മരുന്നുകളാണ്. നമുക്ക് ആദ്യം എന്താണ് ടോപ്പോ ഐസോമറൈസസ് എന്ന് നമുക്കൊന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് നോക്കിയിട്ട് നമുക്ക് ടോപ്പോ ഐസോമറൈസ് ഇൻഹിബിറ്റേഴ്സ് പറയാം. സോ നമ്മൾ DNA റെപ്ലിക്കേഷൻ വീഡിയോ, DNA എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു എന്നുള്ള വീഡിയോ നമ്മൾ ഈ എൻസൈംസിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. ടോപ്പോ ഐസോമറൈസസ് എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. സോ നമ്മുടെ DNA എങ്ങനെയായിരിക്കാം നമുക്കറിയാവുന്നത്. DNA ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ്. ഇതാണ് ന്യൂക്ലിയസ് എങ്കിൽ ഇങ്ങനെ ഇരിക്കുകയാണ് DNA. ഡബിൾ ഹെലിക്സ് ആണ് DNA ആൻഡ് 2 സ്ട്രാൻഡും ഉണ്ട്. ആൻഡ് ഇതിന് നല്ല നീളമുണ്ട്, നല്ല നീളത്തിലുള്ള സംഭവമാണ്. ആൻഡ് ഇത് ചുരുട്ടി വളരെയധികം ചെറുതാക്കി സൂപ്പർ കോയിൽഡ് ആയിട്ടാണ് ഇതിരിക്കുക. സൂപ്പർ കോയിൽഡ് എന്നാണ് നമ്മൾ പറയാം. ഒന്ന് ഇങ്ങനെ കോയിൽ ചെയ്യുന്നു, പിന്നെ വീണ്ടും അത് മൊത്തത്തിൽ വീണ്ടും കോയിൽ ചെയ്യും. പക്ഷേ റെപ്ലിക്കേഷൻ സമയത്ത്, റെപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ സെല്ല് രണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? DNA നമുക്ക് അഴിക്കേണ്ടി വരും. അല്ലെങ്കിൽ പ്രോട്ടീൻ സിന്തസിസ്, ഇതിനകത്ത് ഏതെങ്കിലും ന്യൂക്ലിയോടൈഡ്സ് നമുക്ക് അസസ് ചെയ്യണമെങ്കിൽ ഇതിന്റെ പല ഭാഗവും നിവർത്തണം, സ്ട്രെയിറ്റൻ ചെയ്യേണ്ടി വരും. നമുക്കിങ്ങനെ സൂപ്പർ കോൾഡ് ആയിട്ടിരുന്ന പറ്റില്ല. സോ എന്നാൽ മാത്രമേ DNA പോളിമറൈസസ് ആയാലും RNA പോളിമറൈസ് ആയാലും ഇതിലെ ന്യൂക്ലിയോടൈഡ്സിൽ ഇങ്ങനെ കോഡുകൾ ഉണ്ടല്ലോ, ഈ കോഡുകളെ അസസ് ചെയ്യാൻ എന്നാലേ പറ്റുള്ളൂ. സ്ട്രെയിറ്റൻ ചെയ്യണം. പക്ഷെ നമുക്കൊരു കാര്യം അറിയാം, ഇങ്ങനെ ട്വിസ്റ്റഡ് ആയിട്ടിരിക്കുന്നതോ ഇങ്ങനെ ട്വിസ്റ്റഡ് ആയിട്ടിരിക്കുകയെന്ന് വെച്ചാൽ രണ്ടെണ്ണം ഇങ്ങനെ ട്വിസ്റ്റഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. നമ്മൾ ഇവിടെ ഒന്ന് തുറന്ന് ഇത് ഇങ്ങനെ ആക്കുകയാണെങ്കിൽ ഇപ്പുറത്തെ ഭാഗത്ത് എന്ത് ചെയ്യും? ഇപ്പുറത്തെ ഭാഗത്ത് ട്വിസ്റ്റ് കൂടും, ഇങ്ങനെ ട്വിസ്റ്റ് കൂടും. സോ ട്വിസ്റ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു സംഭവം ഒരു ഭാഗത്ത് നിവർത്താൻ ശ്രമിച്ചാൽ മറുഭാഗം കൂടുതൽ ട്വിസ്റ്റഡ് ആകും. സോ DNA അൺവൈൻഡ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എക്സസീവ് ട്വിസ്റ്റ് ഇവിടെ ഉണ്ടാവും, എക്സസീവ് ട്വിസ്റ്റ്സുകൾ ഇവിടെ ഉണ്ടാവും. അപ്പൊ ഇത് നമുക്ക് മാറ്റണം. സോ ഇതിന് ചെയ്യാവുന്ന ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം ഇതൊന്ന് കട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഭാഗം വെച്ച് ഇങ്ങനെ ഒരു കട്ടങ്ങ് ചെയ്യുക, എന്നിട്ട് ചുരുട്ട് അഴിക്കുക, തിരിച്ചു വയ്ക്കുക, എന്നിട്ട് തിരിച്ച് വീണ്ടും ഒട്ടിച്ചേർത്തങ്ങ് വെച്ചാൽ മതി. സോ ഇങ്ങനെ ട്വിസ്റ്റഡ് ആവുന്ന ഭാഗത്ത് ഒന്ന് കട്ട് ചെയ്ത് ആ ട്വിസ്റ്റിനെ റിമൂവ് ചെയ്ത് റീസീൽ, നമ്മൾ അതിനെ വീണ്ടും റീസീൽ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ അനീൽ ചെയ്യുക. അനീൽ ചെയ്യുന്ന പണിയാണ് നമ്മുടെ ഈ ടോപ്പോ ഐസോമറൈസസ് എൻസൈംസ് ചെയ്യുക. സോ DNAക്ക് 2 സ്ട്രാൻഡ് ഉണ്ട്, ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്. വേണമെങ്കിൽ നമുക്കതാ ഇങ്ങനെ ഇപ്പൊ ജസ്റ്റ് DNA ഇങ്ങനെ ആയിരിക്കില്ല, നല്ല ജസ്റ്റ് വരയ്ക്കാണെന്ന് വെച്ചോ. വേണമെങ്കിൽ നമുക്ക് ഒരു സ്ട്രാൻഡ് മാത്രം കട്ട് ചെയ്യാം അല്ലെ, അല്ലെങ്കിൽ നമുക്ക് 2 സ്ട്രാൻഡും ഒരേ സമയം നമുക്ക് കട്ട് ചെയ്യാം. ഒരു സ്ട്രാൻഡ് കട്ട് ചെയ്തിട്ട് ഒന്ന് തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സംഭവം നടക്കും. അല്ലെങ്കിൽ 2 സ്ട്രാൻഡ് ഒരേ സമയം നമുക്ക് കട്ട് ചെയ്തിട്ട് ലിഗേറ്റ് ചെയ്യാം. സോ അപ്പൊ നമുക്ക് 2 തരം ടോപ്പോ ഐസോമറൈസസ് ഉണ്ട്. 1 ഈസ് ടോപ്പോ 1 ആണ്. ടോപ്പോ ഐസോമറൈസസ് 1 ഉണ്ട്. ഇത് ചെയ്യുന്നത് ഇപ്പൊ DNA ഞാൻ വീണ്ടും ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം. ഒരു സ്ട്രാൻഡ് മാത്രം കട്ട് ചെയ്യും. ഒരു സ്ട്രാൻഡ് കട്ട് ചെയ്യുന്നു, അത് തിരിക്കുന്നു, നേരെയാക്കുന്നു, ദെൻ റീസീൽ ചെയ്യും. ഇതാണ് ടോപ്പോ ഐസോമറൈസസ്. ഇപ്പൊ രണ്ടാമത്തത് ടോപ്പോ ഐസോമറൈസസ് 2 ആയിരിക്കും. 2 ഇത് 2 സ്ട്രാൻഡും കട്ട് ചെയ്തിട്ട് തിരിക്കുന്നു ആൻഡ് നേരെയാക്കുന്നു, ദെൻ റീസീൽ ചെയ്യും. ഇവിടെ ഒരു വ്യത്യാസം വെച്ചാൽ ഇത് ഇങ്ങനെ നേരെ അല്ല കട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ വെച്ചാണ് കട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ 4 ബേസ് പെയർ എപ്പാർട്ട് വെച്ചിട്ടായിരിക്കും കട്ട് ചെയ്യുന്നത്. കൂടി ജസ്റ്റ് ഓർക്കാൻ പറ്റുമെങ്കിൽ ഓർത്ത് വെച്ചാൽ ഇല്ലേലും ഒന്നും സംഭവിക്കില്ല. കാരണം എന്താ വെച്ചാൽ ഇതിനകത്ത് ഒരു ടൈറോസിൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അത് അമിനോ ആസിഡ് നമുക്കറിയാം. അതും കൂടി ഇവിടെ ഇരിക്കാനുള്ള ഒരു സ്ഥലമൊക്കെ വേണമല്ലോ ഇത് ചെയ്യണ്ടേ, ഫോസ്ഫേറ്റും എനർജിയൊക്കെ വേണ്ടേ. സോ അതുകൊണ്ട് ഇങ്ങനെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. സോ അപ്പോൾ ഇതിന് 2 സ്ട്രാൻഡും കട്ട് ചെയ്യാൻ പറ്റും, ഇതിന് ഒരു സ്ട്രാൻഡ് മാത്രമാണ് കട്ട് ചെയ്യാൻ. സോ എന്തായാലും ടോപ്പോ ഐസോമറൈസസ് 1നെയും ഇതിനെ തടഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന സംഭവം ആൻഡ് ഇവിടെ ഇരിക്കുന്ന സംഭവത്തെ തടഞ്ഞു കഴിയുമ്പോൾ ഈ കട്ടിങ്ങും റീസീലിങ്ങും അല്ലെങ്കിൽ DNA അൺവൈൻഡിങ് തടസ്സപ്പെടും. ഇപ്പോൾ നമുക്ക് ഇവിടെ എന്താ വേണ്ടത്? നമുക്കിപ്പോൾ DNA പോളിമറൈസോ RNA പോളിമറൈസോ ഇവിടെ പിടിക്കണം. ഇതിങ്ങനെ ആക്ട് ചെയ്ത് പോകണമെങ്കിൽ ഇവിടെ ഇങ്ങനെ ചുരുണ്ടിരിക്കുന്നത് ഇങ്ങനെ അഴിച്ച് പോകണം. അപ്പോഴത്തേക്കും ഇവിടെ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് റീസീൽ ചെയ്ത് പോകണം. ഇത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഈ പരിപാടി നടക്കില്ല. അപ്പോൾ DNA റെപ്ലിക്കേഷൻ നടക്കില്ല, അല്ലെങ്കിൽ mRNA സിന്തസിസ് നടക്കില്ല, പ്രോട്ടീൻ സിന്തസിസ് നടക്കില്ല, DNA റെപ്ലിക്കേഷൻ നടക്കില്ല. സോ DNAയുടെ അൺവൈൻഡിങ് തടഞ്ഞാൽ DNAയുടെ ഇരട്ടിക്കൽ തടസ്സപ്പെടും. DNAയുടെ ഇരട്ടിക്കൽ റെപ്ലിക്കേഷൻ നടക്കുന്നത് എവിടെയാണ്? സെൽ സൈക്കിളിന്റെ S ഫേസിൽ വെച്ചിട്ടാണ് ഇത് നടക്കുക. S ഫേസിൽ, സിന്തറ്റിക് ഫേസിലാണ് നടക്കുക. സോ ഇത് തടസ്സപ്പെട്ട് കഴിഞ്ഞാൽ സെൽ വിൽ അണ്ടർഗോ, അല്ലെ, പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത് തടസ്സപ്പെട്ട് കഴിഞ്ഞാൽ സെൽ അലാം സിഗ്നൽ കൊടുക്കും. എന്താണ് പരിപാടി? ഒന്നും നടക്കുന്നില്ല, അപ്പോപ്റ്റോസിസ്. സോ അപ്പോപ്റ്റോസിസ് നടന്നോട്ടെ എന്ന് സെൽ തീരുമാനിക്കും. സോ സെൽ വിൽ അണ്ടർഗോ അപ്പോപ്റ്റോട്ടിക് പാത്വേ. സോ ടോപ്പോ ഐസോമറൈസസ്
isomerase inhibitors are drug which indirectly damage the DNA and induces the apoptotic process. ക്യാൻസർ സെല്ലിൽ DNA അല്ലെ, ക്യാൻസർ സെല്ലിൽ സെൽ ഇരട്ടിയാവുന്ന വേഗത്തിലാണ്. സോ ക്യാൻസർ സെല്ലിൽ DNA ഇരട്ടിക്കൽ തടസ്സപ്പെടും. ഇങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുക. സോ നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകൾ ഫസ്റ്റ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ആദ്യത്തെ ഗ്രൂപ്പ് ടോപ്പോ 1 ഐസോമറൈസസ് അല്ലെങ്കിൽ ടോപ്പോ 1നെയാണ് തടയുക, അല്ലെങ്കിൽ they will stabilizes the top. ആൻഡ് ഈ മരുന്നുകളുടെ ജനറൽ ആയിട്ട് നമ്മൾ വിളിക്കുക കാംറ്റോതെസിൻസ് എന്നാണ് നമ്മൾ ഇവയെ വിളിക്കുക. ആൻഡ് ഇത് കിട്ടുന്നത് ചൈനീസ് ഹാപ്പി ട്രീ അല്ലെങ്കിൽ കാംറ്റോതിക്ക ഇവിടം വരെ ഉണ്ട്. അക്യൂമിനേറ്റ എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സഹ്യ പർവ്വത നിരകളിലൊക്കെ ഉള്ള ഒരു ചെടിയാണ് മാപ്പിയ ഫോയിറ്റിഡ. ഉണ്ടോ സംശയമുണ്ട്. മാപ്പിയ ഫോയിറ്റിഡ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഫോയിറ്റിഡ ഈ ചെടികളിൽ നിന്ന് കിട്ടുന്ന ക്വിനോളിൻ ബേസ്ഡ് കോമ്പൗണ്ട്സ് ആണ്. സോ കെമിക്കലി ദീസ് ആർ ക്വിനോളിൻ ടൈപ്പ് ഓഫ് കോമ്പൗണ്ട്സ് ആണ്. ആൻഡ് മരുന്നുകളുടെ പേര് രണ്ടും ഈസിയാണ്. ടോപ്പോട്ടിക്കാൻ ആണ് ഒന്ന്, രണ്ടാമത്തെ ഇറിനോട്ടിക്കാൻ. ഇതാണ് ഫേമസ് രണ്ട് മരുന്നുകൾ. ഇനി ഒരു മരുന്ന് കൂടി ഉപയോഗത്തിലുണ്ട്, അത് ബെലോട്ടിക്കാൻ ആണ്. ബെലോട്ടിക്കാൻ എന്ന് പറയുന്നത് കൊറിയയിലോ ആ ഭാഗത്ത് ജപ്പാനിലോ അവിടെയൊക്കെ മാത്രം ഉപയോഗിക്കുന്ന മരുന്ന്. ഇനി രണ്ടാമത്തെ ഗ്രൂപ്പ് തടയുന്നത് ടോപ്പോ 2നെയാണ്. ടോപ്പോ ഐസോമറൈസസ് 2നെ തടയുന്ന മരുന്നുകളുണ്ട്. ആൻഡ് ഇതും ഓൾസോ നാച്ചുറൽ ആണ്, ചെടികളിൽ നിന്ന് കിട്ടുന്നതാണ്. മെയ് ആപ്പിൾ പ്ലാന്റുകളിൽ നിന്ന് കിട്ടുന്നതാണ്, അല്ലെങ്കിൽ അതിനെ വൈൽഡ് മാൻഡ്രേക്സ് എന്നാണ് ചെടികൾ എന്ന് വിളിക്കും. ആൻഡ് ഇത് പ്രധാനപ്പെട്ട ചെടിയുടെ പേര് പോഡോഫില്ലം പെൽറ്റേറ്റം എന്നാണ് ഒരു ചെടിയുടെ പേര്, പെൽറ്റേറ്റം. ആൻഡ് ഇതിൽ നിന്ന് കിട്ടുന്ന പോഡോഫില്ലോടോക്സിൻ. സോ നമ്മളിവിടെ കാംറ്റോതെസിൻ എന്ന് പറഞ്ഞ പോലെ ഇതിന് വിളിക്കുന്ന പോഡോഫില്ലോടോക്സിൻസ് എന്നാണ്. ആൻഡ് ദീസ് ആർ കെമിക്കലി ഗ്ലൈക്കോസൈഡ്സ് ആണ്. ആൻഡ് മരുന്നുകൾ വൺ ഈസ് എറ്റോപോസൈഡ് ആണ്. എറ്റോപോസൈഡ് ഉണ്ട്. ദെൻ പിന്നെ ഉള്ളത് ടെനിപ്പോസൈഡ് ആൻഡ് എറ്റോപോസൈഡ് ആണ് പ്രധാനപ്പെട്ട ഗ്രൂപ്പ് ഓഫ് മരുന്നുകൾ. അപ്പൊ ഇത് ഇത്രയും മരുന്നുകളാണ് നമ്മൾക്ക് പഠിക്കാനുള്ളത് ടോപ്പോ 1 ആൻഡ് ടോപ്പോ 2-ൽ. ഇനി ടോപ്പോനെ തടയുന്ന മറ്റു ചില മരുന്നുകൾ കൂടിയുണ്ട്, വെരി വെരി ഫേമസ് ആയിട്ടുള്ള. ഉദാഹരണത്തിന് ഡോക്സോറൂബിസിൻ പോലെയുള്ള മരുന്നുകളുണ്ട്, ആന്ത്രാസൈക്ലിൻസ്. സോ അവയ്ക്ക് കുറച്ചും കൂടി ഒരു വ്യത്യസ്തമായിട്ടുള്ള ആക്ഷനാണ്. ടോപ്പോനെ തടയുന്നുണ്ട്. ആൻഡ് അവ നമ്മൾ DNA ഇന്റർകലേറ്റേഴ്സ് എന്നാണ് വിളിക്കുക. ആൻഡ് അപ്പോൾ ഇന്റർകലേറ്റേഴ്സ് ആൻഡ് ടോപ്പോ രണ്ടും കൂടി ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വേറെ ഗ്രൂപ്പിൽ, നമുക്ക് അടുത്ത ഗ്രൂപ്പിലായിട്ട് നമുക്ക് പറയാം. സോ ഈ മരുന്നുകൾ ടോപ്പോയെ തടയുന്ന മരുന്നുകളെ നമ്മൾ ടോപ്പോ ഐസോമറൈസസ് പോയിസൺസ്. സോ ടോപ്പോ ഐസോമറൈസസ് എന്ന് എഴുതുക, പോയിസൺസ് എന്നും നമ്മൾ ഈ മരുന്നുകളെ നമ്മൾ വിളിക്കാറുണ്ട്. ഇനി ഈ ഗ്രൂപ്പ് മരുന്നുകൾക്കും ഇന്റർകലേറ്റിംഗ് ആക്ഷൻ ഉണ്ട് കേട്ടോ, അപ്പൊ നമുക്ക് മരുന്നുകളെ കുറിച്ച് പറയാം. ആദ്യത്തെ മരുന്ന് ടോപ്പോ 1ൽ തുടങ്ങാം. ടോപ്പോ 1 ഇൻഹിബിറ്റർ നമുക്ക് ടോപ്പോ തന്നെയാണ്, ടോപ്പോട്ടിക്കാൻ എന്ന് പറയുന്ന മരുന്ന്. ടോപ്പോട്ടിക്കാൻ നമുക്ക് ഇഞ്ചക്ഷൻ ആയിട്ടും കിട്ടും. ഇഞ്ചക്ഷൻ കിട്ടുന്നത് 4 mg/ml വയലാണ്. നമുക്ക് കിട്ടുക ഗുളിക അല്ലെങ്കിൽ ക്യാപ്സ്യൂൾ ആയിട്ടാണ് കിട്ടുക. 0.25 മില്ലിഗ്രാമിന്റെ ക്യാപ്സ്യൂൾ ഉണ്ട്, 1 മില്ലിഗ്രാമിന്റെ ക്യാപ്സ്യൂൾ. ആൻഡ് നമുക്കറിയാം ക്യാൻസർ മരുന്നുകളെല്ലാം തന്നെ ഒരുമിച്ച് അല്ലെങ്കിൽ റെജിമൻ ആയിട്ടാണ് നമ്മൾ കൊടുക്കുക. ഒക്കേഷണലി മോണോതെറാപ്പി ആയിട്ടും വേണമെങ്കിൽ ഉപയോഗിക്കാം. റെജിമനിൽ മിക്കവാറും നമ്മൾ ഉപയോഗിക്കുക വിത്ത് സിസ്പ്ലാറ്റിന്റെ ഒപ്പമായിരിക്കും. സിസ്പ്ലാറ്റിന്റെ ഒപ്പമാണ് നമ്മൾ കൊടുക്കുക. ആൻഡ് ഇത് ഉപയോഗിക്കുന്നത് 3 തരം ക്യാൻസറിലാണ്, 3ഉം സോളിഡ് ക്യാൻസറിലാണ്. ഒന്ന് സ്മോൾ സെൽ ലങ് കാർസിനോമയിലാണ്. സ്മോൾ സെൽ ലങ് കാർസിനോമയാണ് ഒരു ഇൻഡിക്കേഷൻ. രണ്ടാമത്തത് സെർവിക്കൽ കാർസിനോമയിലാണ്. മൂന്നാമത്തത് ഒവേറിയൻ കാർസിനോമ. സോ ഇങ്ങനെ 3 തരം സോളിഡ് ക്യാൻസറിലാണ് ഇവയുടെ ഉപയോഗം. ആൻഡ് ഈ മരുന്നുകൾക്ക് പ്രത്യേകം ഞാൻ പറയുന്നില്ല, നൗസിയ, വോമിറ്റിംഗ്, ഡയറിയ ആൻഡ് ഓൾസോ സിവിയർ ബോൺ മാരോ ഡിപ്രഷൻ ഉണ്ടാക്കാം. ആൻഡ് ദിസ് ക്യാൻ ഡിക്രീസ് ബ്ലഡ് സെൽസ്. അപ്പൊ ന്യൂട്രോപീനിയ, അനീമിയ, ത്രോംബോസൈറ്റോപീനിയ, ഫെബ്രൽ ന്യൂട്രോപീനിയ എല്ലാം ഉണ്ടാക്കാം. ഇൻഫെർട്ടിലിറ്റി ഉണ്ടാക്കാം. സോ ഇതൊക്കെയല്ല നമ്മൾ ജനറൽ അഡ്വേഴ്സ് എഫക്റ്റിൽ പറഞ്ഞ ആ പ്രശ്നങ്ങളെല്ലാം തന്നെ ഈ മരുന്നുകൾക്കുണ്ട്. സൈറ്റോടോക്സിക് ഡ്രഗിന്റെ എല്ലാ ടോക്സിറ്റിയും ഇതിനുണ്ട്. ആൻഡ് ഈ മരുന്നിന്റെ ഡോസ് കുറക്കേണ്ടി വരുമ്പോഴാണ് റീനൽ ഫെയിലിയർ ഉണ്ടെങ്കിൽ നമുക്ക് മരുന്നിന്റെ ഡോസ് കുറക്കേണ്ടി വരും. രണ്ടാമത്തെ ടോപ്പോ 1 ഇൻഹിബിറ്റർ നമ്മൾ പറഞ്ഞത് ഇറിനോട്ടിക്കാൻ ആണ്. ഇറിനോട്ടിക്കാൻ എന്ന് പറയുന്ന മരുന്നാണ്. ആൻഡ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫേമസ് ആയിട്ടുള്ള ഉപയോഗം ദാറ്റ് ഈസ് ഇൻ മെറ്റാസ്റ്റാറ്റിക് കോളോറക്ടൽ ക്യാൻസറിലാണ്. സോ കോളോറക്ടൽ ക്യാൻസറിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട മരുന്നാണ് ക്യാൻസർ. സോ കോളോറക്ടൽ ക്യാൻസറിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട മരുന്ന് ഏതായിരുന്നു? 5-ഫ്ലൂറോയുറാസിലാണ്. ആൻഡ് ഇതിന്റെ കോമ്പിനേഷന്റെ പേര് ഫോൾഫിറി. കോമ്പിനേഷൻ അല്ല, റെജിമൻ. അതിന്റെ പേര് ഫോൾഫിറി. ആൻഡ് ദിസ് ഫോൾ ഈസ് ഫോർ ഫോളിനിക് ആസിഡ് ആണ്. ഫോളിനിക് ആസിഡ് ആണ്. ഫോളിനിക് ആസിഡ്. ആൻഡ് ദിസ് എഫ് ഈസ് ഫോർ 5-ഫ്ലൂറോയുറാസിൽ ആണ്. ഇറി ഈസ് ഫോർ വേറെ പ്രത്യേകിച്ച് പറയണ്ട, ഇറിനോട്ടിക്കാൻ ആണ്. സോ കോമ്പിനേഷൻ റിച്ച്. ആൻഡ് ഇപ്പൊ മരുന്നിന് മുമ്പ് നമുക്ക് ആന്റിഎമറ്റിക്സ് ലൈക്ക് ഡെക്സാമെത്തസോണോ അല്ല
അല്ലെങ്കിൽ നമുക്ക് 5HT ആന്റഗോണിസ്റ്റോ അല്ലെങ്കിൽ മറ്റ് ഛർദിലിനെതിരേക്കുള്ള മരുന്ന് കൊടുക്കണം. ചിലപ്പോൾ ഇതിനു മുമ്പ് കൊടുക്കണം. അതൊക്കെ നമ്മൾ കൊടുക്കുക. ആൻഡ് ഈ മരുന്നിന്റെ മെറ്റബോളൈറ്റ് നമ്മൾ SN38 എന്ന് പറയുന്ന ഒരു മെറ്റബോളൈറ്റ്. ആൻഡ് ദിസ് മെറ്റബോളൈറ്റ് ക്യാൻ സ്റ്റിമുലേറ്റ് നമ്മളുടെ GIയിലുള്ള ഗ്യാസ്ട്രോഇന്റെസ്റ്റൈനൽ പാത്തിലുള്ള കോളിനർജിക് അവിടെയുള്ളത് മെസ്കാരനിക് റിസെപ്റ്റേഴ്സ് ആണ്. ഇതിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇത് മൂലം ഒരു ഡയറിയ, വയറിളക്കം ഉണ്ടാകും. ആൻഡ് ദിസ് ഈസ് കോൾഡ് ആസ് ലേറ്റന്റ് ഡയറിയ. കാരണം ഉണ്ടാകുന്നത് 24 മണിക്കൂറിന് ശേഷമോ ആ സമയത്തൊക്കെ ആയിട്ടാണ് ഉണ്ടാവുക. ലേറ്റന്റ് ഡയറിയ, വെരി സിവിയർ ഡയറിയ. സോ മരുന്നിന് മുമ്പ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നുകിൽ ഇത് തടയാനായിട്ട് അട്രോപ്പിൻ കൊടുക്കാം, അല്ലെങ്കിൽ സാധാരണ നമ്മൾ ചെയ്യുക മരുന്നിന് ശേഷം ലോപ്പറാമൈഡ് എന്ന് പറയുന്ന ഓപ്പിയോയിഡ് ഡ്രഗ് ഉണ്ട്. ലോപ്പറാമൈഡ് എന്ന് പറയുന്ന ഡ്രഗ് കൊടുക്കുക. വയറിളക്കം നമുക്ക് നിർത്താം. അപ്പൊ അതിന്റെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ലഘൂകരിക്കാം. ആൻഡ് ഇതിന്റെ മെറ്റബോളിസം നടക്കുന്നത് ബൈ UGT1A1 വഴിയാണ്. ആൻഡ് ദിസ് U ഈസ് വാട്ട് UDP ആണ്, G ഫോർ ഗ്ലൂക്കറോണൈൽ ആണ്, ആൻഡ് T ഫോർ ട്രാൻസ്ഫറേസ്. സോ UGT ഗ്ലൂക്കറോണൈൽ ട്രാൻസ്ഫറേസ് A1 വഴിയാണ് നടക്കുക. ആൻഡ് ചിലരിൽ ജനറ്റിക്കലി ഈ എൻസൈമിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാകും. അങ്ങനെയുള്ള ആൾക്കാരിൽ അപ്പോൾ ഈ മരുന്ന് ടോക്സിറ്റി കൂടും. ഉദാഹരണം, ചില എൻസൈം ഡെഫിഷ്യൻസിക്കുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാർ, ഒന്ന് ഗിൽബർട്ട് സിൻഡ്രോം എന്ന് പറയുന്ന സിൻഡ്രോം ഉള്ള ആൾക്കാരിൽ, ക്രിഗ്ലർ നാസർ സിൻഡ്രോം എന്ന് പറയുന്ന രോഗമുള്ള ആൾക്കാരിൽ, ആൻഡ് അല്ലാത്ത മറ്റേതെങ്കിലും കേസിലൊക്കെ ആയാലും ദിസ് ക്യാൻ കോസ് സിവിയർ ടോക്സിറ്റി ഉണ്ടാക്കാം. ആൻഡ് മരുന്ന് കൊടുക്കുന്നത് ഇൻട്രാവീനസ് ആയിട്ടാണ്. 90 മിനിറ്റ് കൊണ്ട് ഇൻഫ്യൂഷൻ ആയിട്ടാണ് കൊടുക്കുന്നത്. സോ ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം ആൻഡ് ഫേമസ് ഉപയോഗം ഇതാണ്. മെറ്റാസ്റ്റാറ്റിക് കോളോറക്കൽ ക്യാൻസറിന് കൊടുക്കുന്ന മരുന്നാണ്. 5-fluorouracil ഒപ്പമാണ് കൊടുക്കുക. ആൻഡ് ചിലപ്പോഴെങ്കിലും GI ക്യാൻസർ ആയിട്ടുള്ള പാൻക്രിയാറ്റിക് ക്യാൻസറിന് കൊടുക്കാം. ദെൻ ഒവേറിയൻ ക്യാൻസറിന് ചിലപ്പോൾ കൊടുത്തേക്കാം. ദെൻ ഈ മരുന്ന് നാനോ പാർട്ടിക്കിൾസ് ആയിട്ട് എൻകാപ്സുലേറ്റഡ് ആയിട്ട് കൊടുക്കുന്നത് ഉദാഹരണത്തിന് ഗ്ലയോബ്ലാസ്റ്റോമ, മൾട്ടിഫോമെ അങ്ങനെയൊക്കെയുള്ള ക്യാൻസറിന് കൊടുക്കാം. ദെൻ NSCLC, നോൺ സ്മോൾ സെൽ ലങ് ക്യാൻസർ. സോ ഇതിനൊക്കെ നേരിട്ട് ഉപയോഗമൊന്നുമല്ല, ഇതൊക്കെ ഇതിന്റെ ഓർഫൻ ഡ്രഗ് ആയിട്ട് ഇത് ഉപയോഗിക്കാറ്. ആൻഡ് ഇതിന്റെ എല്ലാ ടോക്സിറ്റി ഇതിനുണ്ട്. ആൻഡ് ബോൺ മാരോ ഡിപ്രഷൻ ഒക്കെ ഈ മരുന്നിനും ഉണ്ട്. അപ്പൊ നമുക്ക് ടോപ്പോ2 ഇൻഹിബിറ്റേഴ്സ്, ടോപ്പോന്റെ 2നെ തടയുന്ന ടോപ്പോ2 ഇൻഹിബിറ്റേഴ്സ് നമ്മൾ ആദ്യം പറഞ്ഞ മരുന്ന് എറ്റോപോസൈഡ് എന്ന് പറയുന്ന മരുന്ന്. ഇത് നമുക്ക് ക്യാപ്സ്യൂളായിട്ട് 50 മില്ലിഗ്രാമിന്റെ ക്യാപ്സ്യൂളായിട്ട് കിട്ടും, അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ 20 മില്ലിഗ്രാം പെർ ml. ഇപ്പൊ 100 മില്ലിഗ്രാമിന്റെ ഒക്കെ ആയിരിക്കും കിട്ടുക. അങ്ങനെയായിട്ടാണ് നമ്മൾ കൊടുക്കുക. ആൻഡ് മൈലോ സപ്രഷൻ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇതിനുണ്ട്. ഇൻഫെർട്ടിലിറ്റി എല്ലാം ഇതുണ്ട്. മറ്റേ മരുന്നിന്റെ എല്ലാ സൈഡ് എഫക്റ്റും ഇതിനുണ്ട്. ആൻഡ് ഇതിന്റെ ഉപയോഗം നമ്മൾ പറയുന്ന 2 തരം ക്യാൻസറിലാണ് ഉപയോഗിക്കുക. ആദ്യത്തെ ക്യാൻസർ എന്ന് പറയുന്നത് ടെസ്റ്റിക്കുലാർ ക്യാൻസർ, ടെസ്റ്റിസിൽ ഉണ്ടാവുന്ന ക്യാൻസറിലാണ്. ടെസ്റ്റിസിൽ ഉണ്ടാവുന്ന ക്യാൻസറിന്റെ റെജിമിനാണ് BEP. ആൻഡ് B ഫോർ ബ്ലിയോമൈസിൻ ആണ്. ആൻഡ് E ആണ് നമ്മുടെ ഇവിടെ എറ്റോപോസൈഡ്. ആൻഡ് P എന്തായിരിക്കും? P ഈസ് ഫോർ പ്ലാറ്റിനം, സിസ്പ്ലാറ്റിനോ ഏതെങ്കിലും പ്ലാറ്റിനം കോമ്പൗണ്ട്സ്. അപ്പോൾ അതാണ് ഒന്നാമത്തെ ഉപയോഗം. രണ്ടാമത്തെ ഉപയോഗം സ്മോൾ സെൽ ലങ് ക്യാൻസറിലാണ്. ഇതിൽ നമ്മൾ 50 മില്ലിഗ്രാം ടു 100 മില്ലിഗ്രാം വരെ പെർ മീറ്റർ സ്ക്വയർ സർഫസ് ഏരിയയിലാണ് ആദ്യത്തെ 1 to 5 ദിവസം കൊടുക്കും. പിന്നീട് എവരി 3 to 4 വീക്സ് ഒക്കെ നമ്മൾ മറ്റു മരുന്നുകൾക്കൊപ്പമായിരിക്കും നമ്മൾ കൊടുക്കുക. ആൻഡ് റീനൽ ഫെയിലിയർ ഉണ്ടെങ്കിൽ ഈ മരുന്നിന്റെയും ഡോസ് കുറക്കണം. അപ്പോൾ ടോപ്പോ2നെ തടയുന്ന നമ്മുടെ ലാസ്റ്റ് മരുന്ന് ടെനിപോസൈഡ് ആണ്. ടെനിപോസൈഡ് എന്ന് പറയുന്ന മരുന്ന്. ആൻഡ് ഇത് വെള്ളത്തിലരിയാനെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ക്രീമോഫോർ എന്ന് പറയുന്ന സാധനം ചേർത്തിട്ടുണ്ടാകും. എന്താണ് ക്രീമോഫോർ എന്നൊക്കെ നമ്മൾ പാക്ലിറ്റാക്സൽ പോലെയുള്ള വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ആൻഡ് ഇത് നമ്മൾ കൊടുക്കുക സോളിഡ് ക്യാൻസറിലല്ല. ഇത് രണ്ടും സോളിഡ് ക്യാൻസറിലാണ് കൊടുത്തെങ്കിൽ ഇത് ബ്ലഡ് ക്യാൻസർ അല്ലെങ്കിൽ ലിംഫോമ അങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുക. ആൻഡ് ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം കുട്ടികളിലെ അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക്, അക്യൂട്ട് എന്ന് പറയുമ്പോൾ ബ്ലാസ്റ്റിക് ചേർക്കണം, ബ്ലാസ്റ്റിക് ലുക്കീമിയയിലാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഉപയോഗം. 165 മില്ലിഗ്രാം പെർ മീറ്റർ സ്ക്വയർ നമ്മൾ കൊടുക്കുന്നത് 1-ാം ദിവസം, 4-ാം ദിവസം, 8-ാം ദിവസം, 11-ാം ദിവസം, പിന്നെ നമ്മൾ പിന്നീട് ആവശ്യമുള്ള അങ്ങനെയാണ് നമ്മൾ കൊടുക്കുക. സോ ഇതിലാണ് ഇതിന്റെ പ്രധാനപ്പെട്ട നമ്പർ 1 ഉപയോഗം. ദെൻ ഓഫ് ലേബൽ ആയിട്ടാണ് നമ്മൾ ലിംഫോമയിൽ ഉപയോഗിക്കുക. ഓഫ് ലേബൽ ഉപയോഗം NHL ആണ്, നോൺ ഹോട്ട്സ്കിൻ ലിംഫോമയിലാണ്. അപ്പോൾ നമുക്ക് ഡോസ് കുറവ് 30 മില്ലിഗ്രാം പെർ മീറ്റർ സ്ക്വയർ IV ആണ് നമ്മൾ കൊടുക്കുക. ആൻഡ് എല്ലാ ദോഷഫലങ്ങളും നൗസിയ, വോമിറ്റിംഗ്, ന്യൂട്രോപ്പീനിയ, ത്രോംബോസൈറ്റോപീനിയ, അലോപേഷ്യ എല്ലാം ഉണ്ട്. ബോൺ മാരോ ഡിപ്രഷൻ. ആൻഡ് ഈ മരുന്നിനെ കുറച്ച് ഇൻക്രീസ്ഡ്, അലോപേഷ്യ കുറച്ച് കൂടുതലാണ് എന്നാണ് കൂടുതൽ ആൾക്കാരിൽ അലോപേഷ്യ കാണും. ആൻഡ് ഒറ്റയ്ക്കല്ല കേട്ടോ ഈ മരുന്നൊക്കെ കൊടുക്കുക, എല്ലാം റെജിമിനായിട്ടാണ്. ഇതിന്റെ ഒപ്പം കൊടുക്കുന്ന പ്രധാനപ്പെട്ട മരുന്ന് സൈറ്ററാബിൻ എന്ന് പറയുന്ന ഒരു മരുന്ന്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ടോപ്പോ ഐസോമറൈസിസ് ഇൻഹിബിറ്റേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. ടോപ്പോ ഐസോമറൈസിസിന് തടയുന്ന ഇനിയും മരുന്നുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റൊരു ഹെഡിങ്ങിൽ നമുക്ക് പറഞ്ഞു. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.